അനുഭവിച്ച സങ്കടങ്ങൾ വലുത് എന്ന് നമ്മളൊക്കെ ചിന്തിക്കുമ്പോഴും എന്തോരം വലിയ യാതനകളുടെ സഹനങ്ങളിലൂടെയാണ് ഈശോ കടന്നുപോയത്. ഇപ്പോഴും ഓർക്കേണ്ടതാണ്, ഈശോ അനുഭവിച്ച ഓരോ വേദനയും എന്നോടുള്ള സ്നേഹത്തെ പ്രതി ആയിരുന്നു എന്നുള്ളൊരു ചിന്ത. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഈശോ പറഞ്ഞു. നമ്മളോട് ചിലപ്പോൾ അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അത് കാണിച്ചു തന്നത് ഈശോ മാത്രമാണ്. സിയന്നയിലെ വിശുദ്ധ കാതറിൻ പറയുന്ന ഒരു കാര്യം, ഈശോയെ കുരിശോട് ചേർത്ത് പിടിച്ചത് 3 ആണികളല്ല, നിന്നോടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് ഈശോ കരഞ്ഞോ, ഈശോ വാവിട്ട് നിലവിളിച്ചോ, എല്ലാം എന്നോടുള്ള സ്നേഹത്തെ പ്രതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പെസഹ തിരുനാളാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ വളരെയധികം ശ്രേഷ്ഠമായ 3 ദിവസങ്ങളിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മളിങ്ങനെ പറയുന്നത് ഈസ്റ്റർ ഋതുവും ഈസ്റ്ററിൻ്റെ 3 പ്രധാനപ്പെട്ട ദിവസങ്ങൾ, പെസഹായും ദുഃഖവെള്ളിയും ദുഃഖശനിയും, ഓഫ് കോഴ്സ് ഈസ്റ്ററിൻ്റെ ദിവസങ്ങളും. വരുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കൂടുതൽ ഒന്ന് വിശുദ്ധിയിലായിരിക്കാൻ വേണ്ടി ഒന്ന് പരിശ്രമിക്കണേ. നമുക്ക് ഒത്തിരി തിരക്കുകളുണ്ട്. പക്ഷേ ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് വരുന്ന 3 ദിവസങ്ങളിൽ കൂടുതലൊന്ന് ഈശോയുടെ അടുത്തിരിക്കാൻ, ധ്യാനിക്കാനൊക്കെ, പ്രാർത്ഥിക്കാനൊക്കെ ശ്രമിക്കണം. യോഹന്നാൻ 13-17 വരെയുള്ള അധ്യായം നാളെ പെസഹ വ്യാഴാഴ്ച നിർബന്ധമായിട്ടൊന്ന് വായിക്കണം. നാളെ വിശുദ്ധ ബലി നിങ്ങൾ മുടക്കരുത്. നാളെ പെസഹായ്ക്ക് നിങ്ങളുടെ വീടുകളിൽ പള്ളികളിലും ഒക്കെ ശുശ്രൂഷകളൊക്കെ ഉണ്ടാവും. നാളെ വൈകുന്നേരം 9 മണിക്ക് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും കൂടെ ഒന്ന് പരിശ്രമിക്കണം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നാളെ പ്രത്യേകിച്ച് വൈദികർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. പെസഹ വ്യാഴാഴ്ച ഈശോ പൗരോഹിത്യം സ്ഥാപിച്ച ദിവസമാണ്. നിങ്ങൾ എന്നെ കൂടെ ഓർത്തേക്കണേ. ഓർക്കുന്നുണ്ടെന്ന് അറിയാം. നാളെ പ്രത്യേകിച്ച് നിങ്ങൾ കുർബാന അർപ്പിക്കാൻ പോകുമ്പോൾ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ വൈദികർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈശോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമുക്ക് തന്ന വലിയ സ്നേഹത്തിന്, ഈശോ നമുക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ചതിന്, ആ വേദനകളോടെയൊക്കെ നമ്മളെ വീണ്ടെടുത്ത് നമുക്ക് നന്ദി പറയാം. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കും. എന്തുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും അങ്ങയുടെ വിശുദ്ധ കുരിശാൽ, അങ്ങയുടെ തിരുരക്തത്താൽ, അങ്ങയുടെ വലിയ സ്നേഹത്താൽ വീണ്ടെടുത്തു. ഈശോയുടെ കൃപ നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.